നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഭംഗി കൂട്ടുന്ന ഒന്നാണ് ഫ്ലോറിംഗ്. ഗ്രാനൈറ്റുകളും മാർബിളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാൻ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാർബിൾ വാങ്ങാൻ പോകുമ്പോൾ ചില ചതിക്കുഴികൾ ഉണ്ടാവാറുണ്ട്. ചില കച്ചവടക്കാർ വിലക്കുറവുള്ള നിറം മങ്ങിയ മാർബിളുകൾ വൈറ്റ് പെയിന്റ് അടിച്ച് കബളിപ്പിക്കാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പലർക്കും ഈ ചതി മനസ്സിലാവുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് വിരിച്ചതിന് ശേഷം മാത്രമാണ്. നമ്മളെ പറ്റിക്കുന്ന മറ്റൊരു രീതിയാണ് അളവിലെ കൃത്രിമം. ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് 1500 സ്ക്വയർ ഫീറ്റ് മാർബിൾ ആണ് വേണ്ടത്. അളക്കുമ്പോഴും ബില്ല് ചെയ്യുമ്പോഴും 1500 രേഖപ്പെടുത്തി നാട്ടിലേക്ക് അയക്കും. എന്നാൽ നാട്ടിലെത്തുമ്പോൾ അളവിൽ കുറവായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ മാർബിൾ വാങ്ങാൻ കൊണ്ടുപോകുന്ന ഏജന്റുമാർക്ക് നല്ലൊരു തുക കമ്മീഷനായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ തുക മാർബിളിന്റെ വിലയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. എന്നാലും നാട്ടിലേക്കാളും വില കുറവല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ സത്യാവസ്ഥ, ഒരു മാർബിൾ ഡിസൈൻ തന്നെ പല ക്വാളിറ്റിയിൽ ലഭ്യമാണ്. നാട്ടിലെ കച്ചവടക്കാർ നിങ്ങളോടുള്ള ഉത്തരവാദിത്തം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും കൊണ്ടുവെക്കുന്നത്. പക്ഷെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഏജന്റുമാർക്ക് ഈ ഉത്തരവാദിത്തം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചീപ്പ് ക്വാളിറ്റി മാർബിൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ലോട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഹൈ ക്വാളിറ്റി ഉള്ളതാണേ പറയുള്ളൂ. എന്നാൽ മുൻനിരയിലുള്ള 1-2 സ്ലാബുകൾ മാത്രമേ ഹൈ ക്വാളിറ്റിയിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ലോ ഗ്രേഡ് ക്വാളിറ്റിയിലുള്ളതാണ്. ഇത്തരം തട്ടിപ്പുകൾ പണ്ട് ബാംഗ്ലൂർ മാത്രമായിരുന്നു കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജസ്ഥാനിലും ഇത് കണ്ടുവരുന്നുണ്ട്. വൺസ് നിങ്ങൾ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ ഏജൻസിനും കൃത്യമായിട്ടുള്ള അഡ്രസ്സോ ഫോൺ നമ്പറോ ഉണ്ടാകില്ല. അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഗ്രാനൈറ്റും മാർബിളും പർച്ചേസ് ചെയ്യുന്നവര് അറിയാണ്ട് പോകുന്ന ഒരു കാര്യമാണ് അതിന്റെ ചെലവുകൾ. അതായത് 3 പേർക്ക് 10 ദിവസത്തേക്കുള്ള എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് മാർബിളും ഗ്രാനൈറ്റും വാങ്ങുന്നത് തന്നെയാണ് ലാഭം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വിശ്വസ്തതയുള്ള കടകളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിറ്റി ഉറപ്പാക്കുക. വില മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചോദിച്ചു മനസ്സിലാക്കുക. മാർബിളിനെ കുറിച്ച് അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് സഹായം തേടാം. സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. പൊതുവെ ഫ്ലോറിംഗ് ഉൽപ്പന്നങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പണം നൽകുക. അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. നിങ്ങൾ മാർബിളോ ഗ്രാനൈറ്റോ അല്ല സ്റ്റോൺ ബേസ്ഡ് എന്ത് സാധനം വാങ്ങുമ്പോഴും അംഗീകൃത മാർബിൾ അസോസിയേഷൻ തന്നെ മെമ്പർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ വാങ്ങുന്നതിന് ശ്രമിക്കണം. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ സേഫ് ആയിരിക്കും ആ കാര്യത്തിൽ. വീടിന്റെ ഫ്ലോറിംഗ് നമ്മൾ ഒരു തവണ നമ്മൾ ചെയ്യുള്ളൂ. കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം.